आप क्या लेंगे? बिल मत लाना, बाकी सब ले आओ. ഹലോ ഗൈസ്, നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്താണ് മനസ്സിലായത്? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. അതിലൊരു കുട്ടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് വെയിറ്റർ വന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ആപ്പ് ക്യാ ലേങ്കെ, ആപ്പ് ക്യാ ലേങ്കെ, താങ്കൾ, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ, ക്യാ എന്ത്, ലേങ്കെ എടുക്കും. ലേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം. അതിന്റെ ഫ്യൂച്ചർ ടെൻസ് ആണ് എന്ത്, ലേങ്കെ എന്ന് പറയുന്നത് കേട്ടോ. സോ ആപ്പ് ക്യാ ലേങ്കെ, താങ്കൾ എന്താണ് എടുക്കുക എന്ന് വെച്ചാൽ താങ്കൾക്ക് എന്താണ് വേണ്ടത്, ഫുഡിന്റെ ഐറ്റംസിൽ നിന്ന് താങ്കൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് എടുക്കേണ്ടത് എന്ന ഒരു ചോദ്യത്തിന്റെ വേറെ രൂപമാണത്. ക്ലിയർ? അപ്പൊ കുട്ടി പറയുന്ന മറുപടി എന്താന്ന് വെച്ചാല്, ബിൽ മത്ത് ലാന ബാക്കി സബ് ലേ ആവോ. ബിൽ മത്ത് ലാന ബാക്കി സബ് ലേ ആവോ. ബില്ല് കൊണ്ടുവരണ്ട, ബില്ല് കൊണ്ടുവരരുത്, ബാക്കി സബ് ലേ ആവോ, ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവന്നോളൂ. ഇതാണ് നമ്മുടെ വീഡിയോ. ഇനി ആ ഒരു ഡയലോഗിലുള്ള ഓരോ വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ബിൽ മത്ത് ലാന, ബിൽ എന്ന് പറഞ്ഞാൽ ബില്ല് തന്നെ. മത്ത് ലാന, ഇവിടെ ശ്രദ്ധിക്കണം, മത്ത് എന്ന് പറഞ്ഞാൽ അരുത് എന്നാണ് അർത്ഥം. അരുത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെറുതെ അരുത് എന്ന് പറയില്ലല്ലോ, ഒരു കാര്യം ചെയ്യരുത്. അപ്പൊ ഒരു ക്രിയ ഉണ്ടാകും, അതിന്റെ കൂടെയാണല്ലോ നമ്മൾ അരുത് ചേർക്കുക. സോ മത്ത് ലാന, ലാന എന്ന് വെച്ചാൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ലാന കൊണ്ടുവരിക. അപ്പോ മത്ത് ലാന കൊണ്ടുവരരുത്. കണ്ടോ നിങ്ങൾ? ഇപ്പൊ മത്ത് ആന എന്ന് പറഞ്ഞാൽ എന്താ, വരരുത്. മത്ത് ജാന പോകരുത്. ചില സമയത്ത് മത്ത് ജാവോ എന്നും പറയാറുണ്ട് കേട്ടോ, ഒരു കൽപ്പന ക്രിയയായിട്ട്. കുഴപ്പമില്ല, ഇനിയിപ്പോ നാ എന്ന് വെച്ചിട്ട് ക്രിയധാതു മാത്രം വെച്ച് പറഞ്ഞാലും ശരി തന്നെയാണ്. സോ ബിൽ മത്ത് ലാന, ബില്ല് കൊണ്ടുവരരുത്. ബാക്കി സബ് ലേ ആവോ, ബാക്കിയുള്ളതെല്ലാം ലേ ആവോ കൊണ്ടുവരൂ. കണ്ടോ? ലേ ആന കൊണ്ടുവരിക, ലേ ആന കൊണ്ടുവരിക. നേരത്തെ ലാന എന്ന് പറഞ്ഞു, ബിൽ മത്ത് ലാന. അപ്പൊ ലാന എന്ന് പറഞ്ഞാലും കൊണ്ടുവരിക എന്നാണ്, ലേ ആന എന്ന് പറഞ്ഞാലും കൊണ്ടുവരിക എന്നാണ്. ബാക്കി സബ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം. സബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ, ബാക്കിയുള്ള എല്ലാം. അപ്പൊ ബാക്കി സബ് ലേ ആവോ കൊണ്ടുവരൂ. ഓക്കെ, ക്ലിയർ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വീഡിയോ ഒന്നുകൂടി കേട്ടു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. Learn Hindi with Hindigo.